ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നൽകുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ക്ലാസ്സിൽ നാം എഫേസ്യ ലേഖനം 2-ാം അധ്യായമാണ് പഠിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ ആദ്യം മുതലുള്ള ഭാഗങ്ങൾ 1-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തതാണല്ലോ. ദൈവത്തിന്റെ കൃപയാൽ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ തരുന്നു. സ്തോത്രം. 2-ാം അധ്യായത്തില് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടു നമ്മുടെ എന്തുവായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്, നമ്മളുടെ ആത്മീകമായി നമുക്ക് ദൈവത്തിലുള്ള സമ്പത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ക്രിസ്തുവേശുവിൽ നമുക്ക് ലഭ്യമായിരുന്ന സമ്പത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പം അതില് സ്വർഗത്തിൽ നമ്മൾ 1:3 കണ്ടു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ 1-ാം അധ്യായത്തിൽ നമുക്ക് ദൈവത്തിലുള്ള സമ്പത്തിനെ കുറിച്ചാണ്, നമ്മുടെ പൊസഷൻ, ആ ഒരു സ്പിരിച്വൽ പൊസഷനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. 2-ാം അധ്യായത്തില് നാം ക്രിസ്തുവിൽ എങ്ങനെയായിരിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നാം അവർ സ്പിരിച്വൽ പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് 1-ാം അധ്യായത്തിൽ നമുക്ക് ദൈവത്തിലുള്ള സമ്പത്തിനെ കുറിച്ച് പറയുന്നു. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ക്രിസ്തുവിലുള്ള അവസ്ഥയെ കുറിച്ച് പറയുന്നു. ഈ 2-ാം അധ്യായത്തിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. 2-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ പാപികളായ മനുഷ്യരെ ക്രിസ്തുവിൽ കൊണ്ടുവരുന്നു, നമ്മളെ ക്രിസ്തുവിലാക്കി തീർക്കുന്നു. 2-ന്റെ 1 നമ്മൾ വായിക്കുന്ന തന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ നിങ്ങളെയും കർത്താവ് ഉയർപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ ആ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും നമുക്കറിയാം. റോമാലേഖനം പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പക്ഷെ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് ജാതികളെ കുറിച്ചാണ് പറയുന്നത്. ജാതികൾ ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരായി തീർന്നു, അല്ലെ ദൈവത്തോട് നിരപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന് പറയുവാൻ കാരണമുണ്ട്. ആ കാലഘട്ടം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് പ്രാമുഖ്യമുള്ള കാലമായിരുന്നു. അവർ ജാതികളെ വെറും നീചരായിട്ട് കണ്ടിരുന്ന ഒരവസ്ഥയായിരുന്നു. അന്നത്തെ കാലത്ത് യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും ദൈവത്തിലേക്ക് വന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എല്ലാവരും ദൈവത്തിലേക്ക് വരുന്ന ഒരവസ്ഥ. പക്ഷെ അപ്പോൾ അവര് ക്രിസ്തുവിലേക്ക് വന്ന് എങ്കിലും ജാതികളെ അവരെ പോലെ തന്നെ കാണുവാനുള്ള മനസാന്നിധ്യം ഒന്നും അവർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 2 പേർക്കും ക്രിസ്തുവിൽ ഒരേ സ്ഥാനമാണ് ഉള്ളത്. അപ്പം ജാതികളായിരുന്നവരെ അവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജാതികളായിരുന്നവരെ ദൈവത്തോട് നിരപ്പിച്ചു, അതുപോലെ യഹൂദന്മാരെയും ജാതികളെയും നിരപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഒരു നടിച്ചുവർ ഉണ്ടായിരുന്നു, വേർപാടിന്റെ ഒരു നടിച്ചുവർ ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് നമ്മെ എല്ലാവരെയും ദൈവത്തോട് നിരപ്പിച്ചു. അതുപോലെ തന്നെ യഹൂദന്മാരും യവനന്മാരും എന്ന ഒരു അതിന്റെ ഇടയിൽ ഒരു നടിച്ചുവർ ഉണ്ട്, ജാതികൾ വന്നൊരു നടിച്ചുവർ ഉണ്ടായിരുന്നു. അതും തന്റെ ദേഹത്താൽ ഇടിച്ചു കളഞ്ഞ് 2 പേരെയും ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു എന്നാണ് പറയുന്നത്. നമുക്ക് എഫേസ്യ ലേഖനം 2:16 ഞാൻ വായിക്കാം. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും യഹൂദന്മാരെയും ജാതികളെയും ഏക ശരീരത്തിൽ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന സമാധാനം ഉണ്ടായിക്കൊണ്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ശരീരത്താൽ ആ ക്രൂശിൽ മേൽ വെച്ച് എല്ലാ ശത്രുത്വവും, യഹൂദന്മാരും ജാതികളും തമ്മിലുള്ള ശത്രുത്വവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം എല്ലാം ഇല്ലാതാക്കിയിട്ട് ഇരുപക്ഷത്തെയും ദൈവത്തോട് നിരപ്പിച്ചു. അപ്പൊ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള വാക്യം സകല മനുഷ്യരും പാപം ചെയ്യുന്നു. പക്ഷേ ആ 11 മുതൽ 22 വരെ വാക്കാണ് പ്രത്യേകിച്ച് ജാതികളെ ദൈവത്തോട് നിരപ്പിച്ചു എന്നാണ് നമുക്ക് കാണുന്നത്. അപ്പൊ നമ്മുടെ പൊസിഷൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ എഫേസ്യ ലേഖനം 2:7 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. പാപികളായിരുന്ന നമ്മൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ
ക്രിസ്തുവിനോടുകൂടെ ഇരുത്തുന്ന ഒരവസ്ഥയിലാക്കുന്നത്. അപ്പൊ നമ്മുടെ ആ പൊസിഷനാണ് 2-ാം അധ്യായം പറയുന്നത്. 2-ാം അധ്യായം വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം അധ്യായത്തില് സഭ ഒരു ശരീരം എന്ന് പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ സഭ ഒരു മന്ദിരം എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ 2:21 കാണുന്നു, ക്രിസ്തുവിൽ കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു എന്ന് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ സഭ ഒരു മർമ്മം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത്. നമുക്ക് 1-ാം വാക്യത്തിലേക്ക് പോകാം. 1-ാം വാക്യം: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പൊ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എല്ലാവരും, അല്ലെ? അപ്പൊ ഇവിടെ ആ പാപികളായ മനുഷ്യരിൽ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലെ ആ വലിയൊരു ശക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? നമുക്ക് തരുന്ന 1:19 ഇങ്ങനെ പറയുന്നത്, നമുക്ക് തരുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്നവര് വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ആ ശക്തിയാലാണ് ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോൾ അതേ ശക്തിയാലാണ് നമ്മെയും ദൈവം വീണ്ടും ജനിപ്പിച്ചത്, അല്ലെങ്കിൽ ഉയർപ്പിച്ചത്. നമ്മൾ ആരായിരുന്നു? ആ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മുടെ ജീവിതത്തെ മരിച്ച അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർപ്പിച്ചു. ഏത് ശക്തിയാൽ? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തിയാൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തി എന്ന് പറഞ്ഞാൽ അതേ ശക്തിയാലാണ് നമ്മളുടെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് നമ്മെ ക്രിസ്തുവിൽ ഇരുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് മഹത്വവും ബഹുമാനവും അണിയിപ്പിച്ചു, തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ മഹൽ ശക്തിയാൽ നമ്മെയും ഉയർപ്പിച്ചു. അപ്പം നമ്മൾ അവിടെ 1:20 മുതൽ 23 വരെയുള്ള കാണുന്ന ക്രിസ്തുവിനെ സഭയുടെ ശരീരമാക്കി വെച്ചു, തലയാക്കി വെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ക്രിസ്തുവാകുന്ന തലയുടെ ആ ശരീരത്തിന്റെ ഭാഗങ്ങളായിരിക്കാൻ നമ്മെയും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും ഉയർപ്പിച്ചു. അതേ ശക്തിയാൽ ആ ശക്തി വിശ്വാസികളെ, പാപികളെ എല്ലാം ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാക്കി മാറ്റി. ഇതാണ് നമ്മൾ ആദ്യത്തെ വാക്യം തന്നെ നമ്മൾ കാണുമ്പോൾ 31-ാം അധ്യായത്തില് ദൈവിക ആ പ്രവൃത്തിയുടെ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ. ദൈവം ഇല്ലാത്തതിൽ നിന്ന് എല്ലാത്തിനെയും ഉളവാക്കി എന്ന്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പൊ ആ പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ ദൈവം റീക്രിയേറ്റ് ചെയ്ത് അതിന് ജീവനും അതിൽ ഫലഭൂയിഷ്ടമുള്ളതാക്കി തീർത്തതുപോലെ പാഴും ശൂന്യവും ഇരുട്ടുമായിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവം റീക്രിയേറ്റ് ചെയ്തു, നമ്മെ ഉയർപ്പിച്ചു, ക്രിസ്തുവിൽ ഉയർപ്പിച്ചു. നമ്മുടെ പാപങ്ങളാലും അതിക്രമങ്ങളാലും ആയിരുന്ന മനുഷ്യനെയൊക്കെയും ദൈവം ജീവിപ്പിച്ചു. അത് ഒരു മനുഷ്യനെയും എന്ന് പറയാനൊക്കെ, എല്ലാ മനുഷ്യരെയും. കാരണം എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ തന്നിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനെയും ദൈവം ആ അതിക്രമങ്ങളും പാപങ്ങളും എല്ലാം ക്ഷമിച്ച് പുതിയ സൃഷ്ടിയാക്കുന്നു. ഏത് ശക്തിയാൽ? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തിയാൽ. നമ്മൾ 2-ാം അധ്യായം പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു, അല്ല, ഒന്നിന്റെ തുടർച്ചയായിട്ടാണ്. ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയാൽ അവിടെ നമ്മൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയെ കുറിച്ച് അവിടെ പറഞ്ഞു. 1:19 20 മുതലുള്ള വാക്യങ്ങൾ അതേ ശക്തിയാലാണ് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതെന്ന് പറയുന്നു. ഇവിടെ 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മുടെ ജീവിതത്തെ ദൈവം ഉയർപ്പിച്ചു. ഏത് ശക്തിയാൽ? നാം ആ ക്രിസ്തുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ച ആ ശക്തിയാൽ ദൈവം നമ്മെ ഉയർപ്പിച്ചു. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പേ, ദൈവത്തെ അറിയുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ, ആരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. We were dead in trespasses and sins. അപ്പൊ 1-ാം അധ്യായത്തിൽ
ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വലിയൊരു അവകാശമുണ്ട്. ആ നമ്മളാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെയൊക്കെ അവസ്ഥ പറഞ്ഞിട്ട് ഇനി കിട്ടാനുള്ള അവസ്ഥയെ കുറിച്ചാണ്. പൗലോസ് അപ്പോസ്തലൻ അതല്ല പറഞ്ഞ, ആദ്യം നമുക്ക് ക്രിസ്തുവിൽ നൽകപ്പെട്ട ആ ഒരു എന്താ പറയുക മഹത്വത്തെ കുറിച്ചാ പറയുന്നല്ലേ. എന്നിട്ടാ പറയുന്ന നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം വലിയൊരു ശക്തിയുണ്ട്, നമുക്ക് വലിയൊരു സമ്പത്ത് ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നതിന് മുമ്പേ, നമുക്ക് ഒരുക്കുന്നതിന് മുമ്പേ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും എന്ന് പറയുന്നു അല്ലെ, മരിച്ചവരായിരുന്നു. ഇവിടെ നമ്മൾ ഈ അധ്യായത്തിൽ നോക്കുമ്പോൾ കുറെ സമയത്ത് അവരുടെ ഇടയിൽ നിങ്ങൾ മുൻപേ നമ്മുടെ അവസ്ഥ, അക്കാലത്ത് നിങ്ങൾ ദൈവത്തെ അറിയാത്തവരും ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരും എന്നൊക്കെ പറയുന്നുണ്ട്. മുമ്പേ എന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നാം നമ്മുടെ പാസ്റ്റ് മറക്കരുതെന്നാ പൗലോസ് അപ്പോസ്തലൻ പിന്നെയും നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഭക്തൻ പറഞ്ഞ ഇങ്ങനെ, ഗ്രേസ് ഡസ് നോട്ട് ഗെറ്റ് സോ സ്വീറ്റർ അണ്ടിൽ സിൻ ഗെറ്റ്സ് ബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ പാപത്തിന്റെ കാഠിന്യം എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ ദൈവത്തിന്റെ നമ്മോടുള്ള കൃപയുടെ ആ മഹത്വത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എത്രത്തോളം നമ്മുടെ പാപങ്ങൾ നമുക്ക് കയ്പായി തീരുന്നുവോ അത്രത്തോളം എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് ദൈവത്തിന്റെ കൃപയുടെ മനോഹാരിത അല്ലെങ്കിൽ മാധുര്യം ആസ്വദിക്കാൻ കഴിയും. നമ്മൾ ദൈവത്തിങ്കിലേക്ക് വന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ വിടുവിച്ചു, നാം രക്ഷയിലേക്ക് വന്നു. പക്ഷെ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാം ഏതവസ്ഥയിലായിരുന്നു. ഓരോ ദിവസവും വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് മനസ്സിലാക്കി തരുന്നു നാം എത്രത്തോളം പാപത്തിന്റെ കുഴിയിലായിരുന്നു, എത്രത്തോളം ആ കുഴിയിലായിരുന്നു എന്ന അതിന്റെ പാപത്തിന്റെ കാഠിന്യതയെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ കൃപയുടെ മഹത്വത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. നമ്മൾ വെറുതെ ഒരു കേവലമായ ഒരു വിശ്വാസിയായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകുകയില്ല. ദൈവത്തിന്റെ ആ മനോഹാരിത ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ നമ്മുടെ പഴയ അവസ്ഥ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. The grace doesn't get so sweeter until sin gets bitter. നമ്മളുടെ പാപങ്ങളെല്ലാം പണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ 100 തവണ നമ്മുടെ മനസ്സിലൊന്നും ദൈവമേ സോറി പറയത്തില്ലേ. എന്തുകൊണ്ടാണ്? ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാ. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെയുള്ള ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുമ്പോൾ നമ്മുടെ പാപത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നമുക്ക് ബോധം വരും, നമ്മൾ എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ പറയുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും, ട്രസ്പാസസ് എന്ന് പറഞ്ഞാൽ അതിർ കടന്നു പോകുന്ന അവസ്ഥ, ക്രോസ് ദ ബൗണ്ടറി. അപ്പം ദൈവത്തിന്റെ ബൗണ്ടറി ക്രോസ് ചെയ്തു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ദൈവത്തോട് മറുത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. സിന്ന് അങ്ങനെ പാപം, ഹമാട്ടിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സിൻ എന്ന പദം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് മാർക്ക്, ഉന്നം തെറ്റിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് നാം മാറിപ്പോയി എന്നർത്ഥം. നമ്മൾ പരാജയപ്പെട്ടു പോയി. ദൈവത്തിന്റെ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പാപത്തിന്റെ ഫലമായി ദൈവം വെച്ചിരുന്ന ആ ബൗണ്ടറിയിൽ നിന്ന് താഴെ വീണു. ദൈവത്തിന്റെ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്നും മാറിപ്പോയി, പരാജയപ്പെട്ടു. അപ്പം ദൈവത്തിന്റെ മുമ്പ് നാം പരാജയപ്പെട്ടവരും മറുത്തു നിൽക്കുന്നവരുമാണ്. നമ്മൾ പഴയ നിയമം മുഴുവൻ കാണുമ്പോൾ പ്രവാചകന്മാരിലൂടെ കർത്താവ് പറയുന്നു യഹൂദ ജനത്തെക്കുറിച്ച്, ഇസ്രായേൽ ജാതിയെക്കുറിച്ച് അവർ മറുത്തു നിൽക്കുന്നവരാണ്, അനുസരണം കെട്ടവരാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. നാം എല്ലാവരും
അക്കൂട്ടത്തിലുള്ളവരായിരുന്നു. ആർക്കും ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തോട് മറുതലിക്കുന്ന സ്വഭാവത്തിലുള്ളവരായിരുന്നു. നമ്മൾ പറയുമായിരിക്കും നമ്മൾ മറുതലിക്കപ്പെട്ടിട്ടില്ലെന്ന്, പക്ഷെ നമ്മൾ എല്ലാവരും ആ അവസ്ഥയിൽ തന്നെ ഉള്ളവരായിരുന്നു. ആർക്കും ഒരു വ്യത്യാസവുമില്ല. അപ്പൊ അവിടെ നാം മരിച്ചവിടെ പറയുന്നു, we were dead in our sins and trespasses. നാം മരിച്ചവരായിരുന്നു. അപ്പം മരണത്തിന്റെ താഴ്വരയിൽ കിടന്നിരുന്ന മൃതശരീരങ്ങളായിരുന്നു നാം എല്ലാവരും. അങ്ങനെ പറയാനൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ. മരണത്തിന്റെ താഴ്വരയിലായിരുന്നു മൃതശരീരം. ഒരു ഡെഡ് ബോഡി എങ്ങനെയാ? അതിന് ജീവനില്ല. അങ്ങോട്ടിട്ട് അങ്ങോട്ട് പോകും, ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ട് പോകും. ഫ്ലോട്ടിങ് ലൈക്ക് വി വെയർ ഫ്ലോട്ടിങ് ലൈക്ക് എ ഡെഡ് ബോഡി. നമ്മൾ ആ പാപത്തിന്റെ ദിശയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നവരായിരുന്നു. കാരണം അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞ ഡെഡ് ബോഡിയാ, നമുക്ക് ഒന്നിനെയും ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. പാപം നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ? ആ ഒരവസ്ഥയിലായിരുന്നു നാം. അപ്പം പാപം നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം മരിച്ചവരാണെങ്കിൽ മരിച്ചവരെന്തോ ചെയ്യും? നിർജീവമായി കിടക്കത്തുള്ളൂ, ഒന്നിനെ എതിർക്കത്തില്ല, അല്ലേ? എല്ലാ ഡെഡ് ബോഡി എങ്ങനെയാ? നമ്മൾ ഒരു കൊഫിനിൽ ഇരിക്കുമ്പം ഒന്നിനെ അവിടെ കിടക്കുമല്ലേ, നിർജീവമായിട്ട്. ആ ഒരവസ്ഥയായിരുന്നു നമ്മള്. ഈ ലോകത്തിന്റെ കാലഗതിക്ക്, ഈ ലോകത്തിന്റെ വ്യവസ്ഥയ്ക്ക്, പിശാചിന്റെ വ്യവസ്ഥകൾക്ക് നമ്മുടെ താഴെ പറയുന്ന ജഡമോഹങ്ങൾക്കും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളതായി പ്രവർത്തിച്ച പോലെ പ്രകൃതിയെ മറ്റു മനുഷ്യരെ പോലെ കോപത്തിന്റെ മക്കളായിരുന്നു. അങ്ങനെ നടന്നവരായിരുന്നു. അപ്പൊ നമുക്ക് ആർക്കും ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. പാപത്താൽ മരിച്ചവരായിരുന്നു. ഫ്ലോട്ടിങ് ലൈക്ക് എ ഡെഡ് ബോഡി. അങ്ങനെയുള്ള നമ്മളെ നമ്മള് ഫിസിക്കലി എലൈവ് ആയിരുന്നെങ്കിലും നമ്മൾ സ്പിരിച്വലി ഡെഡ് ആയിരുന്നു. അപ്പൊ ആത്മീകമായി മരിച്ച ഒരവസ്ഥയായിരുന്നു. നമ്മൾ ഫിസിക്കലി അലൈവ് ആയിരുന്നു, സോഷ്യലി അലൈവ് ആയിരുന്നു, സൈക്കോളജിലി ഒക്കെ അലൈവ് ആയിരുന്നു. പക്ഷെ നമ്മള് സ്പിരിച്വലി ഡെഡ് ആയിരുന്നു. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മീക ജീവികളായിട്ട്, അല്ലെ? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യരിൽ 3 ഘടകങ്ങളാണ് ഉള്ളത്: ആത്മാവ്, ദേഹി, ദേഹം. അപ്പം ദൈവം മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിന്റെ ആത്മാവിലാലാണ്. അപ്പം ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്പിരിറ്റ്, നമ്മൾ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയും. ആ ഓർഡർ അല്ല, ആത്മാവ്, ദേഹി, ദേഹം. അപ്പം ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ആത്മാവും ആ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദേഹിയും ആ ദേഹിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദേഹവുമായിരുന്നു നമുക്കുള്ളത്. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ബന്ധം, ആ കമ്മ്യൂണിക്കേഷൻ വിട്ടുപോവുകയും നമ്മുടെ ദേഹിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദേഹമാണ് നമുക്കുള്ളത്. അപ്പൊ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ദേഹിയും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ദേഹിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദേഹവും നമുക്കുണ്ടായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്ത ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ മാറിയപ്പോൾ നമ്മളുടെ ആ ദേഹി എന്താ, നമ്മുടെ ആ മനസ്സിന്റെ വികാരങ്ങളും ആ ചിന്തകളും ആ ഒരവസ്ഥ, അതാണ് നമ്മെ നിയന്ത്രിക്കാനായിട്ട് പോകുന്നത്. അപ്പം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതം തീർത്തു. അപ്പൊ അതെന്തുകൊണ്ടാ? പാപം ചെയ്തതിന്റെ ഫലമായി ആത്മാവ് മരിച്ച അവസ്ഥയിലായി, ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയിലായി. അപ്പൊ ആത്മാവ് മരിച്ചതിനാൽ അല്ലെങ്കിൽ നിർജീവമായതിനാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം. അപ്പം ഇനി നാം ആ ദൈവത്തോടെ അല്ലെങ്കിൽ ആത്മാവിൽ മരിച്ചവരായ അതിക്രമങ്ങളാൽ മരിച്ചവരായ എല്ലാവരും ദൈവത്തോട് ബന്ധം വിടണമെങ്കിൽ ആത്മാവ് വീണ്ടും
ജീവിക്കപ്പെടണം. അതാണ് ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുക. ദൈവത്തിന്റെ ശക്തിയാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരെ ഉയർപ്പിക്കുന്നു. മനുഷ്യന്റെ ശക്തിയാലും നമ്മുടെ ഇച്ഛയാലും നമ്മുടെ ചിന്തയാലും നമ്മുടെ ആഗ്രഹങ്ങളാലും നടക്കുന്ന പ്രവർത്തനമല്ല ഇത്. ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച അതേ ശക്തിയാൽ ദൈവം മരിച്ചവരായ നമ്മെയും ഉയർപ്പിക്കുന്നു. അപ്പൊ ആ ആത്മീകമായി മരണപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് വചനം പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഒന്ന്, ചില ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ചിലത് നമ്മൾ ആത്മീകമായി കുരുടന്മാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4:3-4 പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം കേൾക്കാതെ വണ്ണം ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. നമ്മളുടെ പുറമേയുള്ള കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിലും നമ്മുടെ ആത്മീയ കണ്ണുകളായ മനസ്സ് കുരുടായി പോയിരുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കാതെ വണ്ണം ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സിനെ കുരുടാക്കി, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി, അക്കുരുടന്മാരായിരുന്നു. രണ്ടാമത്, നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. റോമർ 6:17 ഞാൻ വായിക്കുന്നില്ല, ഒരു വാക്യങ്ങളും വായിക്കുന്നില്ല. പാപത്തിന്റെ ദാസന്മാരായിരുന്നു, സ്ലേവ് ടു സിൻ. അപ്പം പാപത്തിന് അടിമപ്പെട്ടവരായിരുന്നു നാം. ആ പാപത്തിന് സാത്താനാണ് പാപത്തിലേക്ക് വീഴ്ച. അപ്പം പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ സാത്താന്റെ ദാസന്മാരായിരുന്നു നാം. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നാം ഇരുളിനെ സ്നേഹിക്കുന്നവരായിരുന്നു. എഫെസ്യ ലേഖനം തന്നെ പറയുന്നു, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമായിരുന്നു. അപ്പം ദൈവത്തെ അറിയാത്തവരെല്ലാം ആരാണ്? വെളിച്ചത്തെ സ്നേഹിക്കാത്തവർ, ഇരുളിനെ സ്നേഹിക്കുന്നവർ, ഇരുട്ടിൽ നടക്കുന്നവർ. അതുപോലെ തന്നെ നാം ദീനക്കാരായിരുന്നു. മാർക്കോസിന്റെ സുവിശേഷം 2:17 നാം സിക്കായിരുന്നു, നാം രോഗികളായിരുന്നു. എന്താ രോഗികളുടെ ഇത്? എപ്പോഴും കഷ്ടതയുടെ അനുഭവം, അല്ലെ എപ്പോഴും ഡാർക്ക്നെസിന്റെ അനുഭവം, ഒരു സന്തോഷവും ഇല്ലാത്ത അവസ്ഥ. രോഗമുള്ള ശരീരത്തെ അറിയാമല്ലോ, ഒരു സുഖവും ഇല്ല. ശരീരത്തിന് രോഗം വരുമ്പം മനസ്സിന് സ്വസ്ഥതയില്ല. അപ്പൊ സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു നാം, സമാധാനമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ നാം നഷ്ടപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം 3 നഷ്ടപ്പെട്ട കഥ പറയുന്നുണ്ട്. നഷ്ടപ്പെട്ട പുത്രന്റെ കഥ പറയുന്നുണ്ട്, ദ്രഹ്മയുടെ കഥ പറയുന്നുണ്ട്, ആഴിന്റെ കഥ പറയുന്നു. നാമും നഷ്ടപ്പെട്ടവരായിരുന്നു. ആർക്ക് നഷ്ടപ്പെട്ടവരായിരുന്നു? ദൈവത്തിന് നഷ്ടപ്പെട്ടവരായിരുന്നു നാം. അതുപോലെ തന്നെ നാം അന്യരും പരദേശികളുമായിരുന്നു. എഫെസ്യ ലേഖനം 2:3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നാം ഏലിയൻസ്, സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ഫോറിനേഴ്സ്, നാം അന്യന്മാരും പരദേശികളുമായിരുന്നു. നമ്മെ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഭവനക്കാരുമാക്കി തീർത്തു. എങ്ങനെയാ? അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചു നമ്മളെ ദൈവം ഉയർപ്പിച്ചു. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞ കോപത്തിന്റെ മക്കളായിരുന്നു, ചിൽഡ്രൻ ഓഫ് റാത്ത്. അപ്പൊ കോപത്തിന്റെ മക്കളായിരുന്നു. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1:13 പറയുന്നു, ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി തീർന്നു. അപ്പൊ നാം അണ്ടർ ദ പവർ ഓഫ് ഡാർക്ക്നെസ്. നമ്മൾ ആരൊക്കെയായിരുന്നു? നാം ദൈവത്തെ അറിയുന്നതിന് മുമ്പേ പാപങ്ങളാൽ മരിച്ചവരായിരുന്നു എന്ന് ഒരുമിച്ച് പറയുമ്പോഴും നമ്മൾ പല വചനങ്ങളിലൂടെ പോകുമ്പോൾ നാം കുരുടന്മാരായിരുന്നു, നാം പാപത്തിന് ദാസന്മാരായിരുന്നു, നാം ഇരുളിനെ സ്നേഹിക്കുന്നവരായിരുന്നു, നാം ദീനക്കാരായിരുന്നു, നാം നഷ്ടപ്പെട്ടവരായിരുന്നു, നാം അന്യന്മാരായിരുന്നു, പരദേശികളായിരുന്നു, നാം കോപത്തിന്റെ മക്കളായിരുന്നു, ഇരുട്ടിന്റെ അധികാരത്തിന് അടിമപ്പെട്ടവരായിരുന്നു. അപ്പം ആ ദൈവത്തിൽ നിന്നും അകന്ന് മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു നാം. അപ്പം ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടവർക്കാർക്കും ആത്മീക ജീവനില്ല. എല്ലാവരും ഒരുപോലെ, സകല മനുഷ്യന്മാർ, ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും വ്യാപിച്ചു. ഒരു മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ. ആദമ്യ പാപത്താൽ സകല മനുഷ്യരും പാപികളായി തീർന്നു. ആ പാപികളാവും നമ്മൾ ഫ്ലോട്ടിംഗ് ലൈക്ക് എ ഡെഡ് ബോഡി. നമ്മുടെ ആ ഒരു നമ്മിൽ ദൈവത്തിന്റെ ശക്തിയാൽ നമ്മിൽ പുതുജീവൻ തരുന്നതുവരെ we were floating like a dead body. നാം മരിച്ചവരെ പോലെ ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ
ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നവരായിരുന്നു. ഫ്ലോട്ട് ചെയ്ത് ഒന്നിനെ എതിർക്കാനുള്ള ഒരു ശക്തിയില്ല. ഈ ലോകത്തിന്റെ തിരകളിലും തള്ളലിലും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മരിച്ചവരായിരുന്നു നാം. അപ്പൊ ആ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തിയാൽ ദൈവം പാപികളായിരുന്നു നമ്മളെയും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും ഉയർപ്പിച്ചു. അപ്പൊ അത് മനസ്സിലായല്ലോ വാക്യം. ഇനി നമുക്ക് രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വാക്യം, അവയിൽ നിങ്ങൾ മുൻപേ, ഞാൻ പറഞ്ഞില്ല മുമ്പേ എന്നുള്ള പ്രയോഗം ഇവിടെ അനേകം പ്രാവശ്യം കാണുവാനായിട്ട്. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. നമ്മള് ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ലോകത്തിന്റെ കാലഗതിക്ക് അടിമപ്പെട്ടവരായിരുന്നു, ആകാശത്തിന്റെ അധികാരത്തിന് അടിമപ്പെട്ടവരായിരുന്നു, അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാന് സാത്താന് അടിമപ്പെട്ടവരായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ നാം ദൈവത്തെ അനുസരിച്ച് നടക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടക്കുന്ന അവസ്ഥ, ഇരുട്ടിനെ അനുസരിച്ച് നടക്കുന്ന, സാത്താനെ അനുസരിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് ആയിത്തീർന്നു. അപ്പൊ ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ചത്. അപ്പൊ ഇനി ഈ ലോകത്തിന്റെ വഴി നമ്മെ ആത്മീക മരണത്തിലേക്ക് നീക്കുന്നതാണ്. ഇപ്പൊ ഈ ലോകത്തിന്റെ കാലഗതി എന്ന് പറയുമ്പോൾ ലോകം എന്നത് ഇവിടെ പറയുന്ന സിസ്റ്റംസ് ഓഫ് ദ വേൾഡ്. അപ്പൊ ഇത് ലോകത്തെ പല രീതിയിലുണ്ട്. ഈ ലോകം, നാം വസിക്കുന്ന ഭൂമിയെ ലോകം എന്ന് പറയുന്നുണ്ട്, ഈ മനുഷ്യരെ ലോകം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് സിസ്റ്റംസ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ വ്യവസ്ഥ, ആ വ്യവസ്ഥയ്ക്ക് നാം അധീനരായിരുന്നു. നമുക്ക് 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വാക്യങ്ങൾ പറയുന്നു. അവിടെ പറയുന്നത് ഈ സെയിം അർത്ഥമാണ്, ലോകത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച്. നമുക്കൊന്ന് വായിച്ചു പോകാം. 1 യോഹന്നാൻ 2:16-17. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൻ്റെത് ആകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ലോകത്തിന്റെ കാലഗതിക്ക്, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നാം നടന്നു പോകുന്നവരായിരുന്നു. അപ്പം നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ പറഞ്ഞു, ഈ ലോകത്തിന് അനുരൂപം ആകരുത്. അപ്പൊ ഈ ലോകത്തിന്റെ വ്യവസ്ഥകൾക്ക് അനുരൂപമാകരുത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്? ഈ ലോകത്തിന്റെ വ്യവസ്ഥ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് പ്രതികൂലമാണ്. അപ്പൊ ആ ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് അത് എതിരാണ്. അപ്പം നമ്മള് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന എല്ലാ ഉയർച്ചയെയും ഏത് വിചാരത്തെയും. അപ്പം ദൈവത്തിന്റെ ചിന്തകളിൽ നിന്നല്ല, ദൈവികമായ ചിന്തകളിൽ നിന്ന് നമ്മെ തിരിക്കുന്ന ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി വരുന്ന ഏത് ഉയർച്ചയും, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മെ തിരിക്കുന്ന ഏതും ഈ ലോകത്തിന്റെ വ്യവസ്ഥയാണ്, ഈ ലോകത്തിന്റെ ചിന്തയാണ്. അപ്പൊ ലോകത്തിന്റെ വഴി നമ്മെ ആദ്യം ആത്മീക മരണത്തിലേക്കും പിന്നെ അത് നിത്യമരണത്തിലേക്കും നടത്തുന്നതാണ്. അപ്പം നമ്മൾ മുൻപേ ലോകത്തിന്റെ വ്യവസ്ഥയിലായിരുന്നു. അപ്പൊ ആ ലോകത്തിന്റെ വ്യവസ്ഥയിലുള്ളവരെ ഇപ്പോൾ ആത്മീക മരണത്തിലേക്കും പിന്നെ അത് നിത്യമരണത്തിലേക്കും കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തരും. ഇനി ഇവിടെ രണ്ടാമത് പറയുന്ന കാര്യം, ആകാശത്തിന്റെ അധികാരം എന്ന് പറഞ്ഞ പിശാച്. നമ്മൾ 2 കൊരിന്ത്യർ 4:4 കാണുന്നുണ്ട്, ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവും ആ പിശാചിനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമുണ്ട്, ലോകത്തിന്റെ പ്രഭു എന്നാണ് പറയുന്നത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 12:31 അത് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ഒന്ന് വായിച്ചു പോകാം. ഇപ്പോൾ ലോകത്തിന്റെ ന്യായവിധി വരുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അപ്പൊ പിശാചിനെയാണ് അപ്പൊ നാം പിശാചിന്റെ, ആകാശത്തിന്റെ അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ആ ലോകത്തില് അടക്കി വാഴുന്നവൻ, ദൈവം ലോകത്തെ സൃഷ്ടിച്ചെങ്കിലും പാപം ചെയ്തത് മൂലം ഈ ലോകം പിശാചിന്റെ കാൽക്കീഴെ ആയിപ്പോയി. അപ്പൊ ആ ആകാശത്തിലെ അധികാരി, ശക്തിയുടെ അധികാരി, ആ ലോകത്തിന്റെ വ്യവസ്ഥയുടെ അധികാരി എന്ന് പറയുന്നത് പിശാചാണ്. ശാസ്ത്രമൊക്കെ ഭയങ്കരമായിട്ടും വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആ വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രം നമുക്ക് പ്രയോജനമുള്ളതാണെങ്കിലും ആ ഓരോ കാര്യങ്ങളും അത് ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരോധമാണ്. നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ബോംബൊക്കെ ഈ ഒരു ഡൈനാമിക് പവർ എന്നൊക്കെ പറയുന്ന ആ ശക്തിയിൽ ശാസ്ത്രത്തിന്റെ വികസനമാണ്. പക്ഷെ ആ ശക്തിയാൽ തന്നെയാണ്
മനുഷ്യൻ ബോംബിനെ ഉണ്ടാക്കിയതല്ലേ. അപ്പൊ ആ സയന്റിഫിക് കാര്യങ്ങള്, സയൻസ് മനുഷ്യരുടെ രക്ഷയ്ക്ക് ഉതകും, മനുഷ്യന്റെ നാശത്തിനും ഉതകും. അപ്പൊ ഇതെല്ലാം ആ ലോകത്തിന്റെ വ്യവസ്ഥ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ദൈവത്തിൽ നിന്ന് അകന്ന് വഴിമാറിപ്പോകുന്ന ഒരവസ്ഥ, അനുസരണക്കേണ്ട മക്കളാണ് ഇങ്ങനെയുള്ള നാശങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ എഫെസ്യ ലേഖനം 6:12 പറയുന്നുണ്ട്, സ്വർഗസ്ഥലങ്ങളിലെ ആ സഞ്ചരിക്കുന്ന ആത്മാവ് ആ പിശാചിനെയാണ് പറയുന്നത്. ഞാൻ വായിച്ചു പോകാം. ആ സ്വർഗസ്ഥലങ്ങളിലെ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരത്തോടും ഈ ലോകത്തിന് ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയും, അത് പിശാചിന്റെ കിങ്കരന്മാരുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 8:44 പറയുന്നുണ്ട്, കർത്താവ് തന്നെ പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന എല്ലാവരിലും അവൻ പ്രവർത്തിക്കുന്നു. അപ്പൊ അനുസരണ കാണിക്കുന്നവർ ദൈവാത്മാവും അനുസരണക്കേട് കാണിക്കുന്നവർ പിശാചിന്റെ ആത്മാവുമാണ് വസിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:44. യോഹന്നാൻ 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അത് നമ്മൾ 8-ാം അധ്യായം വായിക്കും കാണുന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടാ കർത്താവ് പറയുന്നത് അല്ലേ. അതെപ്പോഴും എനിക്കത് അതിശയം ഉണ്ടാക്കുന്ന ഒരു വാക്യം. തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട്, വിശ്വസിച്ചവരോടാ പറയുന്നത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവന് സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അപ്പം ഭോഷ്ക് പറയുന്ന നമ്മൾ ഒന്ന് നോക്കുക, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ഭോഷ്ക് പറയരുത്, സത്യമാണ് നാം പറയരുത്. അസത്യത്തിന് നമ്മുടെ നാവിനെ നാം ഉപയോഗിക്കരുത്. അങ്ങനെയാവുമ്പോൾ നാം പിശാച് നമ്മെ ഉപയോഗിക്കുകയാണ് എന്ന് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, കൃപയോട് കൂടിയതും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് എന്താ പറയുന്നത്, നമ്മൾ മറന്നുപോയി, കൃപ ലഭിക്കേണ്ടതിന് ഇല്ലാകാത്തത് ഒന്നും നമ്മുടെ വായിൽ നിന്ന് ആത്മീയ വർധനയ്ക്കായി അല്ലാതെ നല്ലതല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ കൃപയോട് കൂടിയുള്ള വാക്കുകളെ നമ്മുടെ വായിൽ നിന്ന് വരാവൂ. അപ്പം ഭോഷ്ക് സംസാരിക്കുന്നവർ പിശാചിന്റെ നാവിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാവിനും പിശാചിനും ഭോഷ്കിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. ദൈവത്തിന്റെ മക്കളാണ്, സത്യം സംസാരിക്കുന്നതാണ്. ഭോഷ്കല്ല. ആരിൽ നിന്നാ വരുന്നത്? പിശാചിൽ നിന്നാ വരുന്നത്. അപ്പം വിശ്വാസികളിലും ഭോഷ്കിന്റെ ആത്മാവ് പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ നമ്മള് പണ്ട് അതൊക്കെ പറയുന്നവരായിരുന്നു. നമ്മള് എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ചീത്തത്തരം, പൊട്ടത്തിൽ, കളിവാക്ക, ഇങ്ങനെ ചേർച്ചയില്ലാത്തതൊന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ആത്മീയ ഗീതങ്ങളാലും സ്തുതികളാലും ദൈവത്തിന് തമ്മിൽ സംസാരിച്ചും ദൈവത്തിന് പാടിയും കീർത്തനം ചെയ്തും എപ്പോഴും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മളെ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നവരായി ഇരിക്കണം. നമ്മുടെ വായിൽ നിന്ന് എന്താ വരണ്ടേ? ഭോഷ്കന്റെ വാക്കുകളല്ല വരണ്ടേ, ആ സ്തോത്രവും കീർത്തനവും ഒക്കെയാണ് നമ്മുടെ വായിൽ നിന്ന്. മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുന്ന കൃപയോട് കൂടിയുള്ള വാക്കുകളാണ് വരണ്ടേ. അപ്പം പണ്ട് ഇതൊക്കെ നമ്മുടെ വായിൽ ഉണ്ടായിരുന്നു. 2 തീമോഥെയോസിന്റെ ലേഖനത്തിലും അവിടെ പറയുന്നുണ്ട്, 2 തീമോഥെയോസിന്റെ ലേഖനം 2:26 ഭോഷ്ക് പറയുന്ന പിശാചിന്റെ ആത്മാവ് ഇങ്ങനെയുള്ളവരിൽ പിശാച് ഒന്ന് വായിക്കാൻ ഞാൻ 2 തീമോഥെയോസ് 2:26. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിപ്പോയവരെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് വിശ്വാസികളുടെ ഒരു സഭയ്ക്കാണ് ഇത് എന്താ പറയുന്നത്, ഒരു ഇടയനാണ് ഇത് എഴുതുന്നത്. അപ്പൊ അവിടെ വിശ്വാസികളെല്ലാം അവരുടെ വായിലും ഭോഷ്ക് വരുന്നുണ്ട്. അപ്പൊ അവരെ സുബോധത്തോടെ നടത്തണം എന്നാണ് തീമോഥെയോസിനെ ഉപദേശിക്കുന്നത്. അപ്പം പിശാചിനാൽ പിടിക്കപ്പെട്ടവരാണ് ഭോഷ്ക് സംസാരിക്കുന്നത്. നമ്മൾ ഒരു കാലത്ത് നാം അങ്ങനെയുള്ളവരായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, ഈ ലോകത്തിന്റെ കാലഗതിയിലൂടെ ഒഴുകിപ്പോയവരായിരുന്നു, ആകാശത്തിന്റെ അധികാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. അപ്പം നാം ദൈവത്തെ അറിയുന്നതിന് മുമ്പേ സാത്താന്യ സ്വഭാവത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. അപ്പം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നവരായിരുന്നു, നിന്ദ്യവും മൃഗീയവുമായ സ്വഭാവത്തിന് നാം അടിമപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. അവയിൽ ചെവയൊക്കെ നമ്മളിലും ഉണ്ടായിരുന്നു അല്ലെ. നമ്മളൊന്ന് വായിച്ചു നോക്കാം.
ഗലാത്യ ലേഖനം 5:19, 20, 21 വാക്യങ്ങൾ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇതെല്ലാം ജഡത്തിന്റെ സ്വഭാവങ്ങളാണ്. ചില സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ആ അനുസരണം കെട്ടവരിലും ലോകത്തിന്റെ വ്യവസ്ഥയിൽ അനുസരിച്ച് നടക്കുന്നവരിലും പ്രവർത്തിക്കുന്നവന്റെ ആത്മാവ് പിശാചിനാണ് അവരിൽ പ്രവർത്തിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ഇവിടെ കാണുന്നത് അനുസരണക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്ന് വെച്ചാൽ ദൈവത്തോട് അനുസരണ ഇല്ലാത്തവർ. ഇരുട്ടിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് വെളിച്ചത്തിന് ഇഷ്ടപ്പെടാത്തവരും ദൈവത്തോട് മറുത്തു നിൽക്കുന്നവരും ആയിട്ടുള്ളവര്. നമ്മള് ഇംഗ്ലീഷ് പറയുന്ന സൺസ് ഓഫ് ഡിസൊബീഡിയൻസ് എന്നാ പറയുന്നത്. ജഡ സ്വഭാവമുള്ളവര്, അനുസരണക്കേണ്ട മക്കൾ. നമ്മള് റോമാലേഖനം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവരെല്ലാം ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണ്. നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. റോമാലേഖനം 8:5 മുതലുള്ള വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നുമില്ല. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. അപ്പം ആ പിശാചിന്റെ അധികാരത്തിന് അടിമപ്പെട്ടു പോകുന്നവര് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല, ദൈവത്തിന്റെ ആത്മാവിനെ നടത്തപ്പെടുന്നില്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ആജ്ഞ അനുസരിച്ച് നടക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു നമ്മളറിയാം. നമ്മള് ആത്മീയമായി മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ്, ഡെഡ് ബോഡിയാണ്. നമ്മൾ ആ ഡെഡ് ബോഡി ഒരു കോഫിനകത്ത് ഇരിക്കുമ്പോ എങ്ങനെയാ അതിനകത്ത് കംഫർട്ടബിളാ അല്ലേ? പക്ഷെ അതിനൊന്നും ജീവൻ പ്രാപിച്ചാലോ അതിനകത്ത് ഇരിക്കാൻ കഴിയുമോ? അത് സഫോക്കേറ്റ് ചെയ്യും. അതുപോലെയാണ് ആത്മാവിനാൽ ആയിരുന്ന നമ്മുടെ ജീവിതത്തിലെ ഒരു സഫക്കേഷനുമില്ല, ലോകത്തോട് പോയിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾക്കറിയാം, നാം ദൈവത്തിലേക്ക് വന്നപ്പോൾ ഈ ലോകത്തിന്റെ വ്യവസ്ഥകള് എല്ലാം നമുക്ക് സഫക്കേറ്റഡ് ആയി തീരുന്നുണ്ട്. അപ്പൊ നമ്മൾ മുമ്പേ ആരായിരുന്നു? ഡെഡ് ബോഡികളെ പോലെയായിരുന്നു, സഫക്കേറ്റ് ചെയ്യുമായിരുന്നു. കാരണം പിന്നെ ആ ഒരു ഡെഡ് ബോഡിയെ കൊഫീനിൽ ഇരുന്നിട്ട് അത് ജീവൻ പ്രാപിച്ചാൽ അതിനകത്ത് സഫക്കേറ്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ നമുക്കും ആ അവസ്ഥ ആയിത്തീരണം. നമുക്ക് സഫക്കേഷൻ ഉണ്ടോ? അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. സഫക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ജീവൻ പ്രാപിച്ചവരാ, അല്ലെന്നുണ്ടെങ്കിൽ നാം ഇപ്പോഴും ഫ്ലോട്ടിംഗ് ലൈക്ക് എ ഡെഡ് ബോഡി. അപ്പൊ ഈ ലോകത്തിന്റെ വ്യവസ്ഥകൾ നാം കംഫർട്ടബിൾ ആയിരുന്നു ഒരു കാലത്ത്. പക്ഷെ ഈ ലോകത്തിന്റെ വ്യവസ്ഥകൾ നാം ഇപ്പോൾ കംഫർട്ടബിൾ അല്ല. അതുപോലെ പൗലോസ് പറയുന്നുണ്ട്, ഇതെനിക്ക് ചപ്പും ചവറും. ഈ ലോകത്തിന് എനിക്ക് വലിയ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അത് ഞാൻ എല്ലാത്തിനും ക്രിസ്തുവിനെ എനിക്ക് കിട്ടിയപ്പോൾ ക്രിസ്തുവിന് നിമിത്തം ഞാൻ സകലവും ചപ്പും ചവറും എന്ന് എണ്ണുന്നു. അപ്പം നമുക്കറിയാം, യോഹന്നാന്റെ ലേഖനം പഠിക്കുമ്പോൾ ആത്മീകമായ 3 ഘട്ടങ്ങളിൽ ഉണ്ടല്ലേ? ശിശുക്കളുണ്ട്, യൗവനക്കാരുണ്ട്, പിന്നെ ആരാ ഉള്ളത്? പ്രായമായവരുണ്ട്, പിതാക്കന്മാരുണ്ട്. നാം ആരായിരിക്കണം? പിതാക്കന്മാരെ പോലെ ആയിരിക്കണം. നാം ശിശുക്കളാകരുത്. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നടക്കുന്നവരാ വിശ്വസി എന്ന് പറയുന്നെങ്കിലും ദൈവത്തിന്റെ വചനം അവർ പ്രവർത്തിക്കുന്നില്ല. യൗവനക്കാരാണെങ്കിൽ ദൈവത്തിന്റെ വചനം അവർ അറിയുന്നു. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന സാത്താൻ നമ്മെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ? സാത്താന്റെ ഒരു പോരാട്ടം നമുക്കുണ്ട്. ആത്മീയം നമ്മൾ വളരുവാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമുക്കൊരു സ്പിരിച്വൽ ലെവലിൽ ഒരു പോരാട്ടമുണ്ട്. അപ്പോൾ നാം ദൈവത്തിന്റെ വചനം ഉള്ളതുകൊണ്ട് നാം ചേർത്തുകൊണ്ടേയിരിക്കും, യൗവനക്കാർ ചേർത്തുകൊണ്ടേയിരിക്കും. പക്ഷേ പിതാക്കന്മാരെന്താ ഉള്ളത്? ആദ്യം മുതലുള്ളവനെ അറിയുന്നത് കൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നാം ലോകത്തിന് ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നാം ആയിത്തീരണം. നമ്മൾ ഒരു കാലത്ത് ഒരു ജീവനുമില്ലാതെ ഈ ലോകത്തിന് മോഹത്തിന് അടിമപ്പെട്ട് നടന്നവരായ നമ്മെ ദൈവം തന്റെ ശക്തിയാൽ ജീവിപ്പിച്ചപ്പോൾ നാം ഇനി ഈ ലോകത്തിന്റെ വ്യവസ്ഥയോട് സഫക്കേറ്റ് ചെയ്യുന്ന അവസ്ഥ, അതിനെ ക്രൂശിക്കപ്പെടുത്തി ജീവിക്കുന്ന പൗലോസ് പറഞ്ഞതുപോലെ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലാക്കി എത്തുന്നു. അപ്പൊ 2-ാമത്തെ വാക്യം അറിയാമല്ലോ. നാം ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഇനി 3-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 3-ാമത്തെ വാക്യം. അവരുടെ ഇടയിൽ നാം എല്ലാവരും
ആർക്കും ഒരു വ്യത്യാസവുമില്ല. മുമ്പേ നമ്മുടെ മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. അപ്പം നാം കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ ജഡത്തെ അനുസരിച്ച് നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവികമായ കാര്യങ്ങൾ നമുക്കൊരു താല്പര്യവുമില്ലായിരുന്നു. പാപത്തിന്റെ പരിണത ഫലമാണ് ജഡത്തെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ഇവിടെ പറഞ്ഞ പ്രകൃതിയാൽ സ്വാഭാവികമായി എന്ന് വെച്ചാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തരാ. ഞാൻ ചിലപ്പോൾ കുറേ പ്രാവശ്യം ഈ വാക്ക് തന്നെ പറയേണ്ട വരും, വാക്യം തന്നെ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരാണ്. പ്രകൃതിയാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സങ്കീർത്തനം 51 അധ്യായത്തില് ദാവീദ് പറയുന്ന 51:5 ദാവീദ് പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കാരണം പാപത്തിന്റെ ഫലമായിട്ടാണ് ഒരു മനുഷ്യൻ പാപവും മരണവും എല്ലാം ഈ ലോകത്തിലേക്ക്. അതുകൊണ്ട് നാം പാപികളായി തീർന്നു. നാം പാപം ചെയ്യുന്നത് കൊണ്ടല്ല നാം പാപികളായി തീരുന്നത്, നാം പാപികളായതുകൊണ്ടാണ് നാം പാപം ചെയ്യുന്നത്. നാം എല്ലാവരും, ആർക്കും ഒരു വ്യത്യാസമില്ല. നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ പറയുന്നുണ്ട് 3:9, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചല്ലോ. 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞല്ലേ. 3:19 ഒന്ന് വായിച്ചാലോ. ന്യായപ്രമാണം പറയുന്നതല്ല, ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്നാ പറയുന്നു. അങ്ങനെ ഏത് വായു അടഞ്ഞ് സർവ്വലോകവും ദൈവത്തിന്റെ ശിക്ഷായോഗ്യമാണ്. കോപത്തിന്റെ മക്കളാ. അപ്പൊ നമ്മള് ആ കോപത്തിന് മാത്രം, ദൈവത്തിന്റെ കോപത്തിന് മാത്രം വിധിക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ നമ്മുടെ ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നാം നടന്നവരായിരുന്നു. തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്ന മുമ്പേ, ഞാൻ വായിക്കാം 3:3, തീത്തോസ് 3:3, മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീരരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷിതരും അന്യോന്യം വായിക്കുന്നവരുമായിരുന്നുവല്ലോ. അവസ്ഥ എന്തുവാ? ബുദ്ധികെട്ടവരായിരുന്നു. നമ്മൾ പറയാം നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്, ആത്മീയമായ ബുദ്ധിയില്ല കേട്ടോ. ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണമില്ലാത്തവരായിരുന്നു, വഴിതെറ്റി നടക്കുന്നവരായിരുന്നു, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായിരുന്നു, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ടാണ് നാം കോപത്തിന്റെ മക്കളാകുന്നത്. ചിൽഡ്രൻ ഓഫ് ദൈവകോപത്തിന് പാത്രങ്ങളായി തീരുക. അതെന്തുകൊണ്ടാണ് ദൈവകോപത്തിന് പാത്രങ്ങളായി തീരുക എന്ന് പറയുന്നത്? ദൈവം പാപികളെ സ്നേഹിക്കുന്നു എങ്കിലും ദൈവം പാപത്തെ വെറുക്കുന്നു. പാപം ചെയ്തതിന്റെ ഫലമെന്ന് പറയുന്നത് ശിക്ഷ, മരണമാണ്. അത് ദൈവത്തിന്റെ കോപമാണ്. പാപം ചെയ്യുന്നവരിലെല്ലാം ദൈവത്തിന്റെ കോപത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞ പ്രകൃതിയാൽ നിങ്ങൾ കോപത്തിന്റെ മക്കളായിരുന്നു, പ്രകൃതിയാൽ നാം പാപികളായിരുന്നു. സ്വാഭാവികമായി ആദമ്യ പാപത്താൽ നാം എല്ലാവരും പാപികളായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ദൈവകോപം മാത്രമേ നമ്മളുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ട് മുഴുവൻ ഉണ്ടായിരുന്ന പാപം മാത്രമായിരുന്നു, ദൈവത്തിന്റെ കോപം മാത്രമായിരുന്നു. അപ്പം പാപികളെ ദൈവം സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്. പക്ഷെ ദൈവം പാപത്തെ വെറുക്കുന്നു. അത് നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേയും രക്ഷിക്കപ്പെട്ട ശേഷവും നാം പാപം ചെയ്താൽ ദൈവം പാപത്തെ വെറുക്കുന്നു. നാം ദൈവമക്കളായി തീർന്നത് കൊണ്ട് പാപം ചെയ്താൽ ദൈവം കണ്ണടയ്ക്കുമെന്നില്ല. ഏതവസ്ഥയിലായിരുന്നാലും പാപത്തെ ദൈവം വെറുക്കുന്നു. അപ്പം നമ്മള് യോഹന്നാന്റെ സുവിശേഷം 3:36 ഇങ്ങനെ പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കാത്തവർക്ക് ദൈവകോപമാണ്. നാം കോപത്തിന്റെ മക്കളായിരുന്നു. എന്തുകൊണ്ട്? പുത്രനിൽ വിശ്വസിക്കാത്തവരെല്ലാം ഇരുട്ടിൽ നടക്കുന്നവരാണ്, പാപത്തിൽ നടക്കുന്നവരാണ്. ദൈവത്തിന് പാപത്തോടുള്ള ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് കോപം മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:36, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. പുത്രനെ അനുസരിക്കാത്തവരിലെല്ലാം ദൈവത്തിന്റെ ക്രോധം വസിക്കുന്നു. റോമാലേഖനം 1:18 നമുക്ക് വായിച്ചപ്പോൾ അവിടെ കാണുന്നുണ്ട്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിന് വെളിപ്പെടുന്നു. ഒരു വ്യത്യാസവുമില്ല. പാപം ചെയ്ത എല്ലാവരിലും, ഇപ്പോഴും പാപം ചെയ്യുന്ന എല്ലാവരിലും ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പം ലോകത്തിനും ജഡത്തിനും എല്ലാം നാം ഒരു കാലത്ത് അടിമകളായിരുന്നു. ദൈവത്തിനും
കോപത്തിനും മാത്രം അർഹതയുള്ളവരായിരുന്നു, മരണത്തിനും ന്യായവിധിക്കും മാത്രം ഉള്ളവരായിരുന്നു. എന്നാൽ ദൈവം നമ്മെ വിടുവിച്ചു. അപ്പം നാം 2-3 വാക്യങ്ങളിൽ നാം കാണുന്ന നമ്മുടെ പഴയ അവസ്ഥയായിരുന്നു. ലോകത്തിനും പിശാചിനും അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. പ്രകൃതിയാൽ ദൈവത്തിന് കോപപാത്രങ്ങളായിരുന്നു നാം എല്ലാവരും. ഇത്ര വലിയ പാപക്കുഴിയിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ചത്. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ജാതികളെ കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്, 18-19 വാക്യങ്ങൾ ഞാൻ വായിച്ചു പോകാം. നമ്മുടെ അവസ്ഥയും അതായിരുന്നു. അവർ അന്ധബുദ്ധികളായി, സാത്താൻ ഉണ്ടാക്കി വെച്ചിരുന്ന കണ്ണുള്ളവരായി, അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനെന്നും അകന്ന് മനം തഴമിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല ശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നവരായിരുന്നു നാം ഓരോരുത്തരും. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും, ആ പാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ഈ ലോകത്തിന്റെ ശക്തിയിൽ നിന്നും, പിശാചിന്റെ ശക്തിയിൽ നിന്നും നമ്മെ രക്ഷിച്ചതേ സുവിശേഷമാണ്. ദൈവം നമ്മിൽ പ്രവർത്തിച്ചു. അതാണ് 4 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞത്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പാപം നമുക്കെതിരെ പ്രവർത്തിച്ചു. അപ്പോൾ 4 മുതലുള്ള വാക്യങ്ങൾ കാണുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പാപത്താൽ മരിച്ചവരായിരുന്ന നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവ സ്നേഹത്തെയാണ് നമ്മൾ 4 മുതലുള്ള വാക്യം കാണുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ, നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്, ഈ ലോകത്തിന്റെ വ്യവസ്ഥയ്ക്ക് അധീനരായിരുന്നു, പിശാചിന്റെ അധികാരത്തിന് അധീന അനുസരണക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായുള്ളവനായിരുന്നു. നമ്മളുടെ ഇഷ്ടങ്ങളിൽ നടന്നു, ജഡമുഖങ്ങളിൽ നടന്നു, ആ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. നാം മരിച്ചവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ, അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്ന ബട്ട് ഗോഡ്, നമ്മൾ ഒന്നുമല്ലായിരുന്നു, ബട്ട് ഗോഡ്, ദൈവം നമ്മെ രക്ഷിച്ചു. ദൈവത്തിന്റെ സ്നേഹത്താൽ, ദൈവത്തിന്റെ കൃപ, ഒരിക്കലും ദൈവത്തിന്റെ ജീവനിലേക്ക് കടന്നു വരുവാൻ യോഗ്യതയില്ലാത്തവരായിരുന്നു, കോപത്തിന്റെ മക്കളായിരുന്നു. പക്ഷേ ദൈവം, ഈ മലയാളത്തിൽ ആ വാക്ക് കാണുന്നില്ല, ഇംഗ്ലീഷിൽ മാത്രം അതുണ്ട്, ബട്ട് ഗോഡ്. ആ ബട്ട് ഗോഡ് എന്നുള്ളത് വലിയൊരു പ്രാധാന്യമുള്ള വാക്കാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ഒന്നുമല്ലാത്തവരായിരുന്നു, പാപികളായിരുന്നു, ശത്രുക്കളായിരുന്നു. ബട്ട് ഗോഡ്, ദൈവം നമ്മെ രക്ഷിച്ചു. നമുക്ക് വായിക്കാം. കരുണാസമ്പന്നായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം, 4-ാം വാക്യം. അപ്പൊ അവിടെ പാപം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു, പാപം നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന. ഇംഗ്ലീഷ് ബട്ട് ഗോഡ്, മലയാളത്തിൽ ആ പദമില്ല. സകലത്തിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചു. മരണത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, പിശാചിന്റെ അടിമത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. ഭീതിയിലും നിരാശയിലും മരണനില താഴ്വരയിലായിരുന്ന നമ്മെ ഈ ആ ഒരു ദൈവത്തിന്റെ പറഞ്ഞു തീരാത്ത സന്തോഷത്തിലേക്ക് ദൈവമാക്കി തീർത്തു. അത് ദൈവത്തിന്റെ കരുണയും കൃപയും. കരുണാസമ്പന്നനായ ദൈവം, കരുണയിൽ സമ്പന്നനായ ദൈവം അല്ലേ. നമ്മള് ഇപ്പോൾ പറയും നമ്മള് സമ്പത്തുള്ളവരാണ്, നമ്മൾ ബുദ്ധിയിൽ സമ്പന്നരാകുന്നുണ്ട്, നമ്മൾ ധനത്തിൽ സമ്പന്നരാകുന്നുണ്ട്, പക്ഷെ നമ്മൾ കരുണയിൽ സമ്പന്നരാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ കരുണാസമ്പന്നനായ ദൈവമോ, ആ കരുണയിൽ സമ്പന്നനായ ദൈവം നമ്മെയും രക്ഷിപ്പാൻ കൃപയായി തന്നെ. അപ്പൊ ആ നമ്മള് 1-ാമത്തെ ആ അധ്യായത്തിലെ മഹത്വകരമായ അവസ്ഥയിലേക്ക് നാം എത്തുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ ആ അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നതിന് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ, ഒന്നിനും കൊള്ളാത്തവരായിരുന്ന നമ്മെ ദൈവം ജീവിപ്പിച്ചു, ഉയർപ്പിച്ചു. ദൈവത്തിന്റെ കരുണയാണ്. പാപത്തിന്റെ ശിക്ഷ മരണമായിരുന്നു. നമുക്കെല്ലാവർക്കും മരണമായിരുന്നു അന്ത്യവിധി. പക്ഷെ ആ മരണത്തിൽ നിന്നും വിടുവിച്ച് നിത്യജീവനിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയത് ദൈവത്തിന്റെ കരുണയാലാണ്, സമ്പത്താലാണ്. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. അപ്പൊ മരിച്ചവരോട് ദൈവത്തിന് തോന്നിയ ആദ്യ വികാരം എന്ന് പറയുന്നത് സ്നേഹമാണ്.
അപ്പൊ നമ്മളുടെ ഓപ്പോസിറ്റാ ദൈവമല്ലേ. മരിച്ചവരെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ച് നടക്കാൻ അനുസരിക്കാത്തവർ. അപ്പൊ നമ്മൾ അനുസരിക്കാത്തവരോട് നമ്മളുള്ള വികാരം എന്തുവാ? നമുക്ക് അനുസരിക്കാത്തവരോടുള്ള വികാരം എന്തുവാ? നമ്മുടെ മക്കളോടും മറ്റുള്ളവരോടൊക്കെ നമ്മൾ അനുസരിക്കാത്തവരോട് നമ്മുടെ വികാരം ക്രോധം, അല്ലേ? പക, ഒരു എന്താ പറയുന്ന ഒരു സ്നേഹമില്ലാത്ത അവസ്ഥ. പക്ഷേ ദൈവം നമ്മൾ ഓപ്പോസിറ്റാ. കരുണാസമ്പന്നനായ ദൈവമോ അനുസരിക്കാത്ത നമ്മോട് ദൈവത്തിന് തോന്നിയ ആദ്യ വികാരം മഹാസ്നേഹം. വെറും സ്നേഹമല്ല, മഹാസ്നേഹം. പൗലോസിന് വേറെ വാക്കുകളൊന്നും കിട്ടിക്കാണത്തില്ല, അതുകൊണ്ടാണ് ഈ മഹാസ്നേഹം എന്ന് പറയുന്നല്ലേ അഡ്ജക്റ്റീവായിട്ട് അങ്ങനെ ഒന്നും കിട്ടിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ. കോപം മാത്രം ഉണ്ടാകേണ്ട സ്ഥലത്ത് സ്നേഹവും കരുണയും വർഷിപ്പിച്ചു. അത് കാൽവറി ക്രൂശിലാണ് നാം കാണുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം താൻ സൃഷ്ടിച്ച എല്ലാത്തിനെയും പോറ്റുന്നുണ്ട്, അല്ലെ? അതുപോലെ കാക്കയ്ക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ഒരു ദൈവം. എല്ലാവരെയും താൻ സൃഷ്ടിച്ചതെല്ലാം എന്താ പറയുന്നത്, താമരയും അതിനെ എല്ലാം ദൈവം പോറ്റുന്നുണ്ട്. പക്ഷെ അത് ദൈവത്തിന് തന്റെ സൃഷ്ടികളോടുള്ള കൃപയും സ്നേഹവും ഒക്കെ. പക്ഷെ വീണുപോയ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന്റെ കരുണയാൽ സ്വന്തം പുത്രനെ യാഗമാക്കേണ്ടി വന്നു. കരുണാസമ്പന്നനായ ദൈവമോ. അപ്പൊ ആ ദൈവ സ്നേഹത്തിന്റെയും കരുണയുടെയും ശ്രേഷ്ഠത ആ ക്രൂശിലാണ് വെളിപ്പെടുന്നത്. ആ തന്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മോട് സ്നേഹം തോന്നി. അപ്പം സ്നേഹിക്കപ്പെടുന്ന നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരുടെ നല്ല വശങ്ങളും ഒക്കെ കണ്ടാ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്, അല്ലേ? പക്ഷെ ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ അയോഗ്യതയും സ്നേഹശൂന്യതയും ആ ദൈവം കണക്കിടുന്നത്. നാം നമ്മെ പോലുള്ളവരെ സ്നേഹിക്കും, നമുക്ക് നല്ല വല്ലതും തരുന്നവരെ സ്നേഹിക്കും, നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും. പക്ഷേ ദൈവം നാം പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ഒന്നുമില്ലാത്തവരായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. ഇതാണ് ദൈവത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ ഗതികെട്ടവരായിരുന്നു നമ്മെ, ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് അനുസരിച്ച് ഒഴുകി നടന്നവരായിരുന്നു നമ്മെ, കോപത്തിന്റെ മക്കളായിരുന്നു നമ്മെ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാ ദൈവം സ്നേഹിച്ചത്. നാം ചിലപ്പം പലരെയും സ്നേഹിക്കുന്നു ഒന്നും അറിയാത്തതുകൊണ്ടാണ്. കൊരിന്ത്യർ പറയുന്നുണ്ട്, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവനൊക്കെ പറയുന്നുണ്ട്. നാം പലരും മുഖം നോക്കിയിട്ടാണ് നാം എല്ലാവരെയും സ്നേഹിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞാണ് അറിയുന്നത് അവരുടെ തനി സ്വഭാവം. അപ്പൊ നമ്മള് മനഃപൂർവ്വം മാറിപ്പോകും. പക്ഷെ ഹൃദയങ്ങളെ അറിയുന്നവൻ, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം, നമ്മെ നാം അറിയുന്നതിനേക്കാൾ അധികമായി അറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിച്ച. ദാവീദ് പറയുന്നത്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. നാം ആ പാപത്തിന്റെ അവസ്ഥ മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിന് നമ്മോടുള്ള കരുണയുടെയും കൃപയുടെയും മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കേവലം ഒരു വിശ്വാസിയായിരുന്ന ദൈവത്തിന്റെ സ്നേഹവും കരുണയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. ദൈവം നാം സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളുടെ യോഗ്യത കണക്കിലാക്കി നാം അവരെ സ്നേഹിക്കുമ്പോൾ, നമ്മയോട് തുലനം ചെയ്ത് അവരെ സ്നേഹിക്കുമ്പോൾ, ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിച്ചു. നാം പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നപ്പോൾ, കോപത്തിന്റെ മക്കളായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. നമുക്ക് സങ്കീർത്തനങ്ങളിൽ പറയുന്നു, പകയന്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. 116 സങ്കീർത്തനം. ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചുപോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, ലോകത്തുള്ള മനുഷ്യരെ സ്നേഹിച്ചു. നമ്മൾ 1 യോഹന്നാൻ 4:19 എങ്ങനെ കാണുന്നു? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. നമ്മെ ആരെങ്കിലും സ്നേഹിക്കുമ്പോഴാണ് നാം അവരെ സ്നേഹിക്കുന്നത്. പക്ഷെ ദൈവം സ്നേഹശൂന്യരായിരുന്നു നമ്മെ ആദ്യം സ്നേഹിച്ചു. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, പലരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ടല്ലേ? ആഴ്ചകൾ നോട്ടം വന്ന് നോമ്പുകൾ എന്ന് പറയുന്നേ, അങ്ങനെ പല 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 കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ
ദൈവം അതൊന്നും കണ്ടിട്ടല്ല, നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടല്ല നമ്മെ സ്നേഹിച്ചത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ചത് നാം ആരുമല്ലാതിരുന്നപ്പോൾ, നാം ഏതുമല്ലാതിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞിരിക്കുക, ബട്ട് ഗോഡ്, നാം ശത്രുക്കളായിരുന്നപ്പോൾ ബട്ട് ഗോഡ്, ദൈവം നമ്മെ സ്നേഹിച്ചു. ആ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അപ്പൊ ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞത്, ദൈവവചനത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട 2 വാക്കുകളാണ് ബട്ട് ഗോഡ് എന്നുള്ളത്. എന്ന് പറഞ്ഞാല് we were dead in our sins but God, നമ്മൾ പാപത്തിന് മരിച്ചവരായിരുന്നു, എന്നാൽ ദൈവം നമ്മളെ we were rebel against God but God, നാം ദൈവത്തോട് മറക്കുന്നവരായിരുന്നു, എന്നാൽ ദൈവം we were enslaved by devil but God, നാം സാത്താനാൽ പിടിക്കപ്പെട്ടവരായിരുന്നു, എന്നാൽ ദൈവം we were living in our sinful nature but God, നാം നമ്മളുടെ പാപങ്ങൾക്ക് അടിമപ്പെട്ടവരായിരുന്നു, എന്നാൽ ദൈവം നാം പാപങ്ങൾക്ക് നമ്മളുടെ പാപങ്ങൾക്ക് അടിമപ്പെട്ടവരായിരുന്ന നമ്മെ അങ്ങനെ വിടാതെ but God, ദൈവം നമ്മെ സ്നേഹിച്ചു. ആ വാക്ക് എന്തോ ഒരു പ്രസക്തിയുള്ള വാക്കാണ്. നാം ഒന്നുമല്ലാത്തവരായിരുന്നപ്പോൾ but God, നമ്മൾ ആത്മീകമായി മരിച്ചവരായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളവരെ അങ്ങനെ വിടാതെ ദൈവം നമ്മെ രക്ഷിച്ചു. ഇൻ ഹിസ് മേഴ്സി ആൻഡ് ലവ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനല്ല, നമുക്കല്ലാതെ എന്ത് പറയാൻ കഴിയല്ലേ? പൗലോസ് പറഞ്ഞതുപോലെ പറഞ്ഞു തീരാത്ത ദാനങ്ങളാൽ ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ലോകത്തിന്റെ മോഹങ്ങൾ അതിനെപ്പെട്ടിരുന്നു, പക്ഷേ ദൈവമോ നമ്മെ സ്നേഹിച്ചു. കരുണാസമ്പന്നനായ ദൈവമോ. ഒരു കാര്യം മാത്രം നമുക്ക് പറയാം, നത്തിങ് ബട്ട് ഗോഡ്. എന്നോട് പറയാം, നത്തിങ് ബട്ട് ഗോഡ്. നാം ഒന്നുമില്ലാത്തവരായിരുന്നു, പക്ഷേ ദൈവം. അക്കാര്യം മാത്രമേ നമുക്ക് പറയുവാനകത്തുള്ളൂ. മരിച്ചവരായിരുന്നു നമ്മയൊക്കെയും ദൈവം വിടുവിച്ചു. ഞാൻ ഈ വാക്യം കൊണ്ട് ഇവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് 5-ാമത്തെ വാക്യം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മളുടെ ആ പഴയ അവസ്ഥ ഓർക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നാം എവിടെയായിരിക്കുന്നു? നാം എവിടെയായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന ഒരു ജനത്തെ ദൈവം രക്ഷിപ്പാൻ ദൈവത്തിന് കരുണ തോന്നി. ദൈവത്തിന്റെ ആ മഹാസ്നേഹം, കരുണയിൽ സമ്പന്നനായ ദൈവം മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയരത്തിൽ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ഇരിക്കുന്നത് 2:7 പറയുന്നത്. നമ്മൾ എന്തിലായിരുന്നു? നമ്മൾ ഇപ്പോഴും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഈ ലോകത്തിൽ മാത്രം ഇരിക്കുന്ന അവസ്ഥ. പക്ഷെ ക്രിസ്തുവിൽ നമുക്ക് 2 സ്ഥാനമുണ്ട്. ഈ ലോകത്തിലൊരു സ്ഥാനമുണ്ട്, സ്വർഗ സ്ഥലങ്ങളിൽ ഒരു സ്ഥാനവുമുണ്ട്. ആത്മീയമായി നാം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നു. ക്രിസ്തുവിന് എല്ലാ അവകാശത്തിനും അവകാശികളായിരിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ എല്ലാ സമ്പത്തിനും സ്വർഗത്തിൽ നമുക്ക് അവകാശമുണ്ട്. അതുപോലെ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവും. നമ്മൾ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. നമുക്ക് ഈ ഭൂമിയിലെ സിറ്റിസൺഷിപ്പ് കൊണ്ട് സ്വർഗത്തിലെ സിറ്റിസൺഷിപ്പ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം 3:1 പറയുന്നത്, നാം ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തപ്പെട്ടവരാണ്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച അവരോടുകൂടെ ഉയർത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മുടെ ചിന്ത ഈ ലോകത്തിലാണെങ്കിൽ നാം ഉയർത്തപ്പെട്ടിട്ടില്ല. നാം അവസ്ഥയിൽ നിന്നൊക്കെ നാം മാറിപ്പോകണം. നമ്മൾ അവസ്ഥ ഒന്നുമില്ലാത്ത ഭൂമിയിൽ നിന്ന് ദൈവം എല്ലാത്തിനെയും തന്റെ വാക്കിനാൽ സൃഷ്ടിച്ചതുപോലെ പാഴും ശൂന്യവുമായ നമ്മുടെ ജീവിതത്തെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ കൂടെ ഉയർപ്പിച്ച് സ്വർഗ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നു. എന്നിട്ടാണ് സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും ദൈവം നമ്മെ നിറച്ചിരിക്കുന്നത്. 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം അല്ലെ, നമുക്ക് ഇത്രത്തോളം മഹത്തരമായ അവസ്ഥയൊക്കെ ഉണ്ടെന്നറിയാം. പക്ഷെ 2-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളും വായിക്കുമ്പോഴാണ് 1-ാം അധ്യായത്തിൽ പഠിച്ചതിന്റെ മഹത്വം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പാപത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് ദൈവത്തിന്റെ കരുണയുടെ ദൈവത്തിന്റെ ദാനത്തിന്റെ കൃപയുടെ മഹത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് തുടർന്നും ദൈവം നമ്മെ ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കൃപ നൽകേണ്ട. ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി വെച്ചിട്ട് നമ്മുടെ മനസ്സിനെയൊക്കെ മാറ്റിയിട്ട് ദൈവം ഒരു വലിയ ഒരു നിക്ഷേപം
നമ്മുടെ ഈ മൺപാത്രങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ആ സുവിശേഷത്താൽ നമ്മെ വീണ്ടും ജയിപ്പിച്ചിരിക്കുന്നു. അതിന്റെ ക്രിസ്തുവിന്റെ അവകാശികളായി തീരുവാനും ദൈവത്തിന്റെ പ്രിയ മക്കളായി തീരുവാനും ദൈവം നമുക്ക് കൃപ തന്നു. കോപപാത്രങ്ങളായിരുന്നു നമ്മളെ കരുണാപാത്രങ്ങളാക്കി തീർത്ത ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.